ക്ഷീരമേഖല നഷ്ടമാണെന്ന് പറയുന്നവരോട് നമുക്ക് എന്താണ് അഖിലേഷിന്റെ അഭിപ്രായം? അപ്പോൾ അഖിലേഷ് സങ്കരയിനം പശുക്കളെ മാത്രമാണ് സെലക്ട് ചെയ്താണ്. എന്തുകൊണ്ടാണ് ഈ സങ്കരയിനം പശുക്കളെ മാത്രം? സങ്കരയിനം പശുക്കൾക്കും രോഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ രോഗങ്ങൾ പരമാവധി കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട അഖിലേഷ് എന്താണ് ചെയ്യുന്നത്? അപ്പോഴേ അഖിലേഷ്, ഈ കാലിത്തൊഴുത്ത് നമ്മൾ നിർമ്മിക്കുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ക്രോസനത്തിലുള്ള പശുക്കളെ അഖിലേഷ് വളർത്തുന്നു. ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഇനം ഏതായിട്ടാ തോന്നിയിട്ടുണ്ട്? ഈ സങ്കരയിനം പശുക്കൾക്ക് അഖിലേഷ് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? ജെസീസ് വേഡിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കരയിനം പശുക്കളെ വളരെ ലാഭകരമായി വളർത്തുന്ന ഒരു യുവ കർഷകനാണ് ഇന്ന് നമ്മോടൊപ്പം ജെസീസ് വേഡിലുള്ളത്. അത് മറ്റാരുമല്ല, തിരുവനന്തപുരം ജില്ലയിലെ ഈ വർഷത്തെ മികച്ച ക്ഷീരകർഷക അവാർഡ് നേടിയ ശ്രീ അഖിലേഷാണ്. നമുക്ക് അഖിലേഷിനെ പരിചയപ്പെടാം. ഹലോ അഖിലേഷ്, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം കണ്ടതിൽ. എത്ര വർഷമായിട്ട് പശുക്കളെ വളർത്തും? എന്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഈ വീട്ടിൽ പശുക്കളുണ്ട്. അന്ന് പോലെ ഇതിന്റെ പരിപാലനം. അഖിലേഷ് എന്ത് പഠിച്ചത്? ഞാൻ ബികോം കഴിഞ്ഞതാ. പിന്നെ എംകോം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതുവരെ പഠിച്ചിട്ടാണ് നമ്മൾ ഇത്. ഇവിടെ ഏതിനം പശുക്കളൊക്കെ ഉണ്ട്? ഇപ്പം HF ഉണ്ട്, HF ജേഴ്സി ക്രോസ് ഉണ്ട്, ജേഴ്സി ഉണ്ട്, പിന്നെ 2-3 നാടനങ്ങളുണ്ട്. എത്ര എണ്ണം? മൊത്തത്തിൽ ഒരു 30 മേൽ പശുക്കളുണ്ട്. പശുക്കൾ 30 മേൽ. കുട്ടികൾ 15 കുട്ടികളോളം. 15 കുട്ടികളുണ്ട്. ബ്രീഡിംഗ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ അഖിലേഷ് സങ്കരയിനം പശുക്കളെ മാത്രമാണ് സെലക്ട് ചെയ്താണ്. എന്തുകൊണ്ടാണ് ഈ സങ്കരയിനം പശുക്കളെ മാത്രം? ഒന്ന്, ക്ലൈമറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. അതായത് ഈ നമ്മളെ ക്ലൈമറ്റായിട്ട് അഡാപ്റ്റീവ് ആണ് കുറച്ചും കൂടെ. പിന്നെ അതായത് കാലാവസ്ഥയ്ക്ക് യോജിച്ചത്. പിന്നെ അസുഖങ്ങൾ കുറവാണ്, രോഗം കുറവാണ്. പിന്നെ അത്യാവശ്യം മിൽക്കും പാല് ലഭ്യത കൂടുതലാണ്. അപ്പൊ പാല് ലഭ്യത കൂടുതലാണ്. അതുപോലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ്. അതുപോലെ തന്നെ പിന്നെ രോഗസാധ്യത കുറച്ച് കുറവാണ്. അതാ പ്യുവർ ബ്രീഡ് എടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. മനസ്സിലായി. ക്രോസനത്തിലുള്ള പശുക്കളെ അഖിലേഷ് വളർത്തുന്നു. ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഇനം ഏതായിട്ടാ തോന്നിയിട്ടുണ്ട്? HF ക്രോസ് പശുക്കൾ തന്നെയാണ്. HF ക്രോസ് പശുക്കളാണ്. പാലുൽപാദന ശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. പാൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ആവറേജ് ഇപ്പൊ ഈ 30 പരം പശുക്കളാണ്. അതെ. ആവറേജ് എത്ര ലിറ്റർ പാല് വരെ കിട്ടും? ഒരു പശുവിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 10-30 ലിറ്റർ വരെ കറന്ന പശുക്കൾ ഇപ്പൊ 30 ലിറ്റർ വരെ ഉള്ള. അപ്പോഴേ അഖിലേഷ്, ഈ കാലിത്തൊഴുത്ത് നമ്മൾ നിർമ്മിക്കുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മാക്സിമം നിർമ്മിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടായിരുന്നു, ടെയിൽ ടു ടെയിൽ ആകുമ്പോൾ നമുക്ക് പണി ചെയ്യാൻ എളുപ്പമാണ്. കാരണം കറന്ന് പോകാനായാലും ചാണകം നീക്കാനായാലും നമുക്ക് എളുപ്പമാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം മസ്റ്റായിട്ട് വേണം. കാരണം എപ്പോഴാ ഇതിനൊക്കെ ദാഹം വരുന്നത് പറയാൻ പറ്റില്ല. കാരണം ഡ്രിങ്കിങ് സിസ്റ്റം ഓട്ടോമാറ്റിക് ഉണ്ടാകും. പിന്നെ ഇവിടെ വേറെ ചെയ്തിരിക്കുന്ന കറവ മെഷീൻ ഉണ്ട്. പിന്നെ പ്രഷർ വാഷ് ഉണ്ട്. അതാകുമ്പോൾ വെള്ളം കുറച്ച് മതി നമുക്ക് ഇത്രയും പശുവിനെ കുളിപ്പിക്കാൻ. വെള്ളം കുറച്ച് മതി. പിന്നെ മെയിനായിട്ട് വേണ്ടത് പിന്നെ എയർ സർക്കുലേഷൻ. നമുക്ക് വായു സഞ്ചാരം കറക്റ്റ് ആയിരിക്കണം. അപ്പം ഈ അകത്തുള്ള ഹ്യൂമിഡിറ്റി കുറച്ച് കുറഞ്ഞേക്കും. പിന്നെ ഫാൻ ഫുൾ ടൈം ഓണാണ് ഇവിടെ. ഓഫ് ആക്കാറില്ല. ലൈറ്റ് മാത്രം രാത്രി ഒരു 9 മണി കഴിയുമ്പോൾ ഓഫ് ചെയ്യും. ഈ സങ്കരയിനം പശുക്കൾക്ക് അഖിലേഷ് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം മെയിൻ നമ്മൾ നേരിടുന്ന ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലേറിയ, അനാപ്ലാസ്മ, വെബീഷ്യ ഇങ്ങനത്തെ ചെള്ളുപനികളാണ്. പിന്നെ കാൽഷ്യക്കുറവ് വരുന്നുണ്ട്. പിന്നെ കീറ്റോസ് എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ട്. ഗ്ലൂക്കോസ് പറയുന്ന ഇതൊക്കെയാണ് മെയിൻ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ. ഇത് നമുക്ക് എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോവാം?
അതായത് വരാതിരിക്കാൻ മെയിൻ തീറ്റയോട് കൂടി നമ്മൾ മിനറൽ മിക്സർ ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ മിനറൽ മിക്സർ കൊടുത്തോണ്ടിരിക്കുക സപ്ലിമെന്റ്സ് ആയിട്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് സംതിങ് റോങ് ആയിട്ട് തോന്നുന്നതിന് ലിവർ ടോണിക് അങ്ങനത്തെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുക പശുക്കൾക്ക്. ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട അഖിലേഷ് എന്താണ് ചെയ്യുന്നത്? ആദ്യമേ ഡോക്ടറിനെ വിളിക്കും. അതിനോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൂടെ ഞങ്ങൾ വിടും. അതാകുമ്പം ഈ തൈലേറിയ അങ്ങനത്തെ അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വേറെ വല്ല എക്സ്ട്രാ ടെസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചെയ്യും. ഇവിടെ ബ്രീഡിങ്ങിന്റെ എങ്ങനെയാണ് അഖിലേഷ്? ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾ നല്ല കുട്ടികളെ നോക്കി ഇവിടെ തന്നെ പരിപാലിച്ച് അതിനെ അടുത്ത നമ്മളെ ജനറേഷൻ ആക്കാറാണ് പതിവ്. പിന്നെ ഇവിടെ അധികം കറവ പശുക്കളാണ് വരുന്നത്. ഈൽഡ് ഉള്ള പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. കറവ പശു മാത്രമാണ് ഈ ഷെഡിൽ. അതെ. ഈൽഡ് കുറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരു 7 മാസം എബോവ് ആവുന്ന പശുക്കൾ താഴെ ഷെഡിൽ പോകും. കറവ മുറ്റാറാവുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? മാറ്റും. അടുത്ത ഷെഡിൽ. അതിന് തീറ്റക്രമമൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോഴേ അഖിലേഷ്, ഇവ ഗർഭിണിയാകാറുണ്ടല്ലോ, ബ്രീഡിംഗ് ഉണ്ട്. അപ്പൊ അന്നേരം എന്താ ചെയ്യും? ഈ ഷെഡിലാണോ അതെങ്ങനെയാണ്? ഇവിടെ തന്നെ നിൽക്കുന്നത്. നമുക്ക് ഹീറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ നോക്കി അപ്പം തന്നെ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻസുമിനേഷൻ ചെയ്യാൻ ഡോക്ടറിനെ വിളിക്കും. എന്നിട്ട് ആ പശുക്കെല്ലാം കറക്റ്റ് മിനറൽ മിക്സറും കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കും. കാരണം അത് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതിന്റെ ഹീറ്റ് ആയാലും അതിന്റെ സർക്കിൾ ആയാലും എല്ലാം. സങ്കരയിനം പശുക്കൾക്കും രോഗങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഈ രോഗങ്ങൾ പരമാവധി കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് നമുക്കിപ്പോ ഈ തൈലേറിയ, ഈ അനാപ്ലാസ്മ തുടങ്ങിയ അസുഖങ്ങളെല്ലാം നമ്മൾ വെളിയിൽ നിന്നുള്ള പശുക്കൾ നമ്മളെ എരുത്തിലോട്ട് കയറുമ്പോഴാണ്, നമ്മളെ ഷെഡില് മറ്റു സ്ഥലത്ത് നിന്ന് വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. അത് ആ വരുന്ന പശുക്കൾക്കും വരും, ഒപ്പം തന്നെ നമ്മളെ നിൽക്കുന്ന പശുക്കൾക്കും വരാറുണ്ട്. അപ്പൊ ഏറ്റവും മാക്സിമം ഇപ്പൊ 2.5 കൊല്ലം ഇവിടെ ഒരു പശുവിനെ മേടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ കുട്ടികളെ തന്നെയാണ് ഓരോ ബാച്ച് വീതം കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പുതിയൊരു പശുവിനെ ഇപ്പൊ വാങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപ അടുപ്പിച്ചാവും. അപ്പൊ ഇപ്പം ഈ നമ്മളെ പശുവിനെ കയറുമ്പോ ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ചെലവ് കുറയ്ക്കാം. അതായത് പുതുതായിട്ട് പൈസ സ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ വരുന്ന പശുക്കൾക്ക്, അതായത് നമ്മളെ പശുക്കളാകുമ്പോൾ രോഗസാധ്യതയും കുറവായിരിക്കും. അത് ശരിയാണ്. ഒരു സ്ഥലത്തു നിന്ന് ഒരു പശു വരുമ്പോ അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ വ്യത്യാസം വരും. അതിനെന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതിന് ഇങ്ങോട്ട് വരാം അല്ലേ? അത് നല്ലൊരു ഐഡിയ. ക്ഷീരമേഖല നഷ്ടമാണെന്ന് പറയുന്നവരോട് നമുക്ക് എന്താണ് അഖിലേഷിന്റെ അഭിപ്രായം? നഷ്ടം എന്നൊന്നും പറയാകത്തില്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെക്കാട്ടി വരുമാനം ഇതിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. ഈ പാലിന്റെ സെയിൽ എങ്ങനെയാണ് അഖിലേഷ്? ഇപ്പം ഇവിടെ നിലവിൽ ഇപ്പം 300 ലിറ്റർ പാലുണ്ട്. അതിലൊരു 70 ലിറ്ററോളം ലോക്കൽ സെയിൽ പോകും. ബാക്കി സൊസൈറ്റിക്ക് പോകും. അപ്പൊ സെയിലിന് ബുദ്ധിമുട്ടില്ല? ഇല്ല, ബുദ്ധിമുട്ടില്ല. അതായത് ശുദ്ധമായ പാലിനും മാംസത്തിനും എന്നും ഡിമാൻഡ് ഉണ്ട്. നാടൻ പുല്ല് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ? അത് ഈ പുല്ല് എങ്ങനെയാണ്? എവിടുന്ന്? ഞങ്ങൾക്ക് പുൽകൃഷിയുണ്ട്. നിലവിൽ 1.5 ഏക്കറോളം പുൽകൃഷിയുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കുളിപ്പിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ മെയിൻ വളം. അതായത് ഈ കന്നാലിയെ കുളിപ്പിക്കുന്ന വെള്ളമാണ് ഈ പുൽകൃഷി. വളരെ നല്ലത്. അതാണ് ഇത്രയും നല്ല തഴച്ചു വളർന്ന പുല്ല്. അഖിലേഷ്, ഈ ഫാം ഇത്രയും അഖിലേഷ് നടത്തുന്നു. ഇതിന് പുറത്തുനിന്ന് എന്തെങ്കിലും പിന്തുണ ഉണ്ട്? തീർച്ചയായും ഉണ്ട്. കാരണം നമ്മളെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള പിന്തുണ ഭയങ്കരമാണ്. അതേപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ്, പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്തുണ കിട്ടിയത് ഇവിടുത്തെ SBI ബാങ്കിൽ നിന്ന്, സ്റ്റേറ്റ് ബാങ്കിലാണ്. കാരണം ലോൺ ചോദിച്ച ഉടനെ നമ്മളെ മാനേജർ ലോൺ സാങ്ഷൻ ആക്കി തന്നായിരുന്നു. ഈ ലോണൊക്കെ അടയുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തെ ആയിരുന്നു അവാർഡ്? വർഷത്തെ 2025 മികച്ച ക്ഷീരകർഷകൻ. 2025 തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച ക്ഷീരകർഷകൻ. സന്തോഷം. ഫാമിലി സപ്പോർട്ട് ഉണ്ടോ? പിന്നെ തീർച്ചയായും ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഫാമിംഗ് മേഖല മുന്നോട്ട് പോകില്ല. ഇല്ല, അത് ഏത് ബിസിനസ്സും. അതെ, കാരണം ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ ഇവിടെ കാണും, അച്ഛനും ഞാനും ഇല്ലെങ്കിൽ അമ്മ ഇവിടെ കാണും, എപ്പോഴും ഒരാൾ കാണും. നമ്മൾ ആരും ഇല്ലെങ്കിൽ അനിയനെങ്കിലും ഇവിടെ കാണും. അനിയൻ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ അനിയൻ കാണും. അഖിലേഷ്, ഞാൻ ഒരു ഫാം കണ്ടിട്ടുള്ളതില്ലേ, ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട്.
അത് നമ്മളെ പാൽ ഊറാനായിട്ട്, അതായത് കറക്കുന്ന സമയം പാൽ ഉൽപാദനം കൂട്ടാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ട്. ഇപ്പൊ ഓഫ് ചെയ്തേക്കാ വീഡിയോ എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ചാണകം എങ്ങനെയാണ് അഖിലേഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചാണകം ഒരു 1/3 ഭാഗം നമുക്ക് ബയോഗ്യാസ് ഇപ്പം 1/3 ഭാഗം ബയോഗ്യാസ് ഇപ്പം, ബാക്കി ശതമാനം ഇപ്പം മൊത്തം ഉണക്കി പോവുകയാണ്. ഉണക്കി പൊടിയാക്കി കൊടുക്കും. അതെ അതെ. അത് നല്ല സെയിലുണ്ട്. ഉണ്ട്. ഡിമാൻഡും ഉണ്ട്. ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അത് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം. അതെ അതെ. ഓക്കെ. ഈ ഷെഡിലെ എന്താ പ്രത്യേകത? വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാല് കുറഞ്ഞ പശുക്കളും ചെന പിടിച്ച് 8 മാസത്തിന് മേലോട്ടുള്ള പശുക്കൾ ഇവിടെ വരുന്നത്. പുതിയ പശുവിനെ മേടിച്ചാലും ഇതിന്റെ അകത്ത് ആദ്യം കയറ്റും. ഈ ഷെഡിനകത്ത്. അതെ അതെ. എന്നിട്ടാണ് നമ്മൾ മേലോട്ട് കൊണ്ടുപോകുന്നത്. പ്രസവിച്ചതിന് ശേഷം മേലോട്ട് കയറ്റാറുള്ളൂ. പ്രസവിക്കുന്നത് ഇവിടെയാണ്, ഈ ഷെഡിലാണ് പ്രസവം. കാരണം വീടിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കെയറിങ്ങിന്. അതെ അതെ, എളുപ്പമുണ്ട്. ഇത് 3ാമത്തെ ഷെഡ് അല്ലേ? ഇവിടെ ഏതിനം പശുക്കളാണ്? ഇവിടെ HF ഇനങ്ങൾ തന്നെ ഉള്ളത്. ഇവിടെ ഈ കറവ വിട്ട് പ്രസവിക്കാനുള്ള പശുക്കളാണ് ഇവിടെ വരുന്നത്. പ്രസവിക്കാൻ ചെനയായ പശുക്കളാണ്. അപ്പൊ ഇതെല്ലാം ഈ 3 പശുക്കളും ഇനി പ്രസവിക്കാനുള്ളതാണ്. ഇത് ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാ അഖിലേഷ്? ഇതെല്ലാം 1 വയസ്സും 2 മാസവും ഒക്കെ ആയ കുട്ടികളാണ്. ഇവരുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഇവർക്ക് ഇപ്പം കുളമ്പ് രോഗത്തിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചർമ്മമുഴയുടെ വാക്സിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രൂസലോസിന്റെ എടുത്തിട്ടുണ്ട്. ഇതിന് ഏജിന് ഇന്ന പ്രായത്തിൽ ഇന്നത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ വാക്സിൻ അങ്ങനെയൊന്നുമില്ല. അവര് ഈ മൃഗാശുപത്രിയിൽ നിന്നാണ് നമുക്ക് അവര് പറയുന്ന വാക്സിൻ എടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് അവരെ ഫോളോ ചെയ്യണം. അതെ അതെ. അതേതിനും ഒരു ചുമന്ന ഇനം? അത് ഗീർ ക്രോസ് ആണ്. അഖിലേഷ്, നമ്മുടെ ഹൈബ്രിഡ് പശുക്കളുടെ തീറ്റ ക്രമം എങ്ങനെയാണ്? 2 നേരം പെല്ലറ്റ് തീറ്റയാണ്. രാവിലെ കറവയ്ക്ക് മുമ്പും വൈകിട്ട് കറവയ്ക്ക് മുമ്പും. പിന്നെ കറവയ്ക്ക് ശേഷം തീറ്റപ്പുല്ലാണ്. 2 നേരം. 2 നേരം തീറ്റപ്പുല്ലും 2 നേരം പെല്ലറ്റ്. ഓക്കെ. ഈ തീറ്റപ്പുല്ല് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ്? അതെ അതെ, ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ്. ഇതിന്റെ വളം എങ്ങനെയാണ്? ഇതിന്റെ വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുളിപ്പിക്കുന്ന വെള്ളവും ബയോഗ്യാസിലെ സലറിയുമാണ് ഇതിന്റെ മെയിൻ വളം. ഓക്കെ. നല്ല തഴച്ച് വളരുന്നു. അതെ അതെ. 30 ദിവസം ആകുമ്പോൾ വെട്ടാറാവും നമുക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ യുവാക്കളിൽ പലരും മടിക്കുന്ന ക്ഷീരമേഖല വളരെ താല്പര്യത്തോടു കൂടി ഏറ്റെടുത്ത് നല്ല വരുമാനം നേടുന്ന അഖിലേഷ് നമുക്കൊക്കെ ഒരു മാതൃക തന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.